ഒരു കോഡിംഗ് എക്സസൈസ് ആണ് ഇതിനകത്ത് വരുന്നത്. സോ നമ്മൾ യൂസറിനോട് അവരുടെ ഏജ് എത്രയാണെന്ന് ചോദിക്കുന്നു. ദെൻ നമ്മൾ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നമ്മളൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുവാണ്. അതായത് ഇപ്പോൾ ഒരു 90 വയസ്സാണ് ആളുടെ ഒരു ലാസ്റ്റ് ഏജ് എങ്കിൽ അവർക്ക് ഇനി എത്ര ദിവസങ്ങൾ കൂടി, അതായത് എത്ര മാസങ്ങൾ, എത്ര ദിവസങ്ങൾ, എത്ര ആഴ്ചകൾ ലെഫ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്, അതായത് എത്ര നാളും കൂടി ഇനി ജീവിച്ചിരിക്കും എന്നുള്ള രീതിയിൽ ഒരു കാൽക്കുലേഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക. സോ അതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസറിനോട് ഒരു ഏജ് ചോദിക്കുക. ദെൻ അതിനനുസരിച്ചൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ എഫ് സ്ട്രിങ് യൂസ് ചെയ്തിട്ട് ഒരു ടെക്സ്റ്റ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം. സോ നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷൻ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടേതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ നമുക്ക് ആ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സെക്ഷനിലേക്ക് പോകാം. സോ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് യൂസറിനോട് ഏജ് ചോദിക്കുന്നു. സോ ഞാനിവിടെ ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഉള്ളിൽ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എൻ്റർ യുവർ ഏജ് എന്ന് അടിച്ചു കൊടുക്കുന്നു. ദെൻ നമ്മൾ കാൽക്കുലേഷൻ ഫൈൻഡ് ചെയ്യുന്നു. അതായത് നമ്പർ ഓഫ് ലെഫ്റ്റ് എന്ന് വേണ്ട, നമ്പർ ഓഫ് ഇയേഴ്സ് കൊടുക്കാം. ദെൻ സീക്വൽ ടു ഇപ്പോൾ ഒരു 90 വയസ്സാണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ 90 മൈനസ് നമ്മളെ ഏജ്, ആ വേരിയബിൾ ഏജ് എന്ന് പറയുന്ന വേരിയബിൾ. അപ്പോൾ 90 മൈനസ് ഇപ്പോൾ 27 വയസ്സാണ് അല്ലെങ്കിൽ 20 വയസ്സാണ് കൊടുത്തെങ്കിൽ 90 മൈനസ് 20 അത്രയും ഇയേഴ്സാണ് ലെഫ്റ്റ് ആയിട്ടുള്ളത്. ദെൻ നമ്പർ ഓഫ് ഡേയ്സ് സീക്വൽ ടു, ഡേയ്സ് എന്ന് പറഞ്ഞാൽ 365 അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണോ അത് ഇൻറ്റു 365 കൊടുത്തേണ്ടി ഇനി അവൈലബിൾ ആയിട്ടുള്ള ഇയേഴ്സ് എത്രയാണെന്നുള്ളത് കിട്ടും. സോ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു 365 കൊടുക്കാം. ഓക്കെ, ഇനി നമ്പർ ഓഫ് വീക്സ് സീക്വൽ ടു നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു 12 ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണെന്ന് നമുക്കറിയാം, ഇയേഴ്സ് കൊടുക്കാം. നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു 12 അത്രയും വീക്സ് ആണുള്ളത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് മന്ത്സ് സീക്വൽ ടു നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു വീക്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വർഷത്തിൽ ഏകദേശം 52 വീക്കാണ് വരുന്നത്. സോ 52 മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്പർ ഓഫ് മന്ത്സ് അത്ര എന്തോരം ഉണ്ടെന്നുള്ളത് കിട്ടും. സോറി, ഇവിടെ വീക്സിൻ്റെ അവിടെ 52 കൊടുക്കുക, മന്ത്സിൻ്റെ അവിടെ 12 ആണ്. ഒരു വർഷത്തിൽ 12 മന്താണുള്ളത്. സോ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു 12, നമ്പർ ഓഫ് വീക്സ് 52, നമ്പർ ഓഫ് ഇയേഴ്സിൻ്റെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ നമുക്കിനി ഔട്ട്പുട്ടിൽ പ്രിൻറ്റ് ചെയ്യാം. സോ ഇവിടെ പ്രിൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ എഫ് സ്ട്രിങ് യൂസ് ചെയ്യാം. സോ ഞാനിവിടെ എഫ് കൊടുത്തു. ദെൻ ഡബിൾ കോട്ടിൻ്റെ ഉള്ളിൽ ഇനി ടെക്സ്റ്റ് കൊടുക്കുക, യു ഹാവ്, ദെൻ ആ ഒരു വേരിയബിൾ നെയിം കൊടുക്കുക, നമ്പർ ഓഫ് നമുക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ടെക്സ്റ്റിൽ പ്രിന്റ് ചെയ്യേണ്ടത് എത്ര ദിവസവും എത്ര മാസവും എത്ര ആഴ്ചകളും ഉണ്ടെന്നുള്ളതാണ് പറയേണ്ടത്. സോ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് ആൻഡ് മന്ത്സ് ലെഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഞാൻ റൺ ചെയ്യാൻ കൊടുത്തു. ദെൻ ആദ്യം എൻ്റെ ഏജ് എത്രയും ചോദിക്കുന്നുണ്ട്. സോ ഞാനിവിടെ 27 അടിച്ചു കൊടുത്തു. ഓക്കെ, ഇവിടെ നമുക്ക് ഏജിനെ കൺവേർട്ട് ചെയ്യണം. സോ ഒന്നെങ്കിൽ ഇവിടെ ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇവിടെ സ്ട്രിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ അതിന് ഇൻറ്റീജറിലേക്ക് ഒന്നെങ്കിൽ കൺവേർട്ട് ചെയ്യാം. സോ അതുകൊണ്ടാണ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നടക്കാത്തത്. സോ ഞാൻ വീണ്ടും ഏജ് എത്രയാണെന്നുള്ള അടിച്ചു കൊടുക്കുന്നു. ഞാൻ ഇവിടെ 27 അടിച്ചു കൊടുക്കുന്നു.
സോ അന്നേരം യു ഹാവ് 90 വയസ്സ് വരെ ജീവിക്കുമെങ്കിൽ ഏകദേശം 22,995 ദിവസവും 3276 വീക്സും 752 മാസമാണ് എനിക്ക് ലെഫ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. സോ ഈ രീതിയിലാണ് ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും എന്നുള്ള രീതിയിൽ നമുക്കൊരു മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു ഇക്വേഷൻ സെറ്റ് ചെയ്യുന്നത്. സോ 90 വയസ്സ് വരെ ഞാൻ ജീവിക്കുവാണെങ്കിൽ എനിക്ക് ഇത്രയും ദിവസമാണ് ലെഫ്റ്റ് ആയിട്ടുള്ളത്. ഈ രീതിയിലാണ് നമ്മൾ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത സെക്ഷനായിട്ട് കാണാം. ബൈ ബൈ.